ഹലോ. അപ്പോൾ നമുക്കിന്ന് ഈ ചൂടിനും നോമ്പിനൊക്കെ പറ്റിയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മൊഹബത്ത് കാ സർബത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ വലിയൊരു തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാഫാണ് കേട്ടോ ഞാൻ എടുക്കണുള്ളൂ. അപ്പോൾ പകുതി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് ഈ ഒരു ഡ്രിങ്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് പാലിട്ടാ. അപ്പോൾ നല്ല തണുത്ത പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിൽ വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ റോസ് സിറപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിതുപോലെ 3 കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. റോസ് സിറപ്പാണ് കേട്ടോ ഇതിൻ്റെ മെയിനായിട്ടൊരു ഫ്ലേവർ തരുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. നോമ്പിനൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്